നിപ്പ വന്നത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ എരണം കെട്ടവര് ഇരിക്കുമ്പോൾ ആ രോഗം ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. നിപ്പ മാരകശേഷിയുള്ള ഒരു രോഗമാണ് എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അത്തരമൊരു രോഗത്തിനൊരാൾ ഇരയായാൽ അത് ഒരാളായാൽ തന്നെ അടിയന്തരമായുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ നടപടികളിൽ വലിയ കാലതാമസമാണ് വന്നത്. നിപ്പ വന്നത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ എരണം കെട്ടവര് ഇരിക്കുമ്പോൾ ആ രോഗം ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. ഏതായാലും ആ എണ്ണം കെട്ടവർ ചെയ്തൊരു കാര്യങ്ങളുണ്ടായിരുന്നു. മരണപ്പെട്ടവരുടെ എണ്ണം ആ വർഷത്തത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചപ്പോ സർ അപ്പുറത്ത് കൈയടിക്കുന്നത് കേട്ടല്ലോ. അത് എണ്ണം കെട്ടവരായതുകൊണ്ടല്ല, ആ രോഗത്തിന്റെ മാരകമായ പ്രഹരശേഷിയാണത് കാണിക്കുന്നത്. അങ്ങനെ സംഭവിച്ചപ്പോ നാടാകെ പ്രതിരോധത്തിന്റെ ഭാഗമായി അണിനിരന്നിരുന്നു. തുടർന്ന് എല്ലാ ഘട്ടത്തിലും നാം സ്വീകരിച്ച പ്രതിരോധ നടപടികളുണ്ട്. ആ പ്രതിരോധ നടപടികൾ ഒരു ഘട്ടത്തിലും സർക്കാർ മാത്രമെന്ന നിലയിലായിരുന്നില്ല, എല്ലാവരും കൂടിയായിരുന്നു, എല്ലാവരും ചേർന്നുകൊണ്ടായിരുന്നു. എല്ലാവരെയും ഒന്നിച്ചണിനിരത്തല് ഇതിലേറ്റവും പ്രധാനമാണ്. ആ തരത്തിൽ തന്നെയുള്ള ഇടപെടലുകൾ തുടർച്ചയായി നടന്നതാണ്. എപ്പോഴെല്ലാം നിപ്പ ബാധ ഉണ്ടായോ ആ ഘട്ടത്തിലെല്ലാം ആ തരത്തിലുള്ള പ്രതിരോധ നടപടികൾ ഉണ്ടായിരുന്നു. സർ, അതില് ഒരു കാര്യങ്ങളെല്ലാം ആരോഗ്യരംഗത്തുള്ള വിദഗ്ധരും അതിനെ സഹായിക്കേണ്ട മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം ചെയ്യും. എന്നാൽ അതിനെല്ലാം ഒരു ജാഗ്രത കൂട്ടാൻ, ഏകോപനം ഉറപ്പിക്കാൻ സർക്കാർ എന്ന നിലക്ക് നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത ഏറ്റവും കൂടുതൽ നിർവഹിക്കേണ്ടത് ഇതുപോലൊരു രോഗമാകുമ്പോൾ ആരോഗ്യമന്ത്രി തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എപ്പോഴൊക്കെ നിപ്പ വന്നോ ആ ഘട്ടത്തിലെല്ലാം ആരോഗ്യമന്ത്രി തൊട്ടടുത്ത മണിക്കൂറാവില്ല, ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ, ഇവിടുന്ന് അവിടെ എത്തേണ്ടി വരുമല്ലോ. എന്നാൽ ഇവിടുന്ന് എത്താനുള്ള ആ സമയം മാത്രം അവിടെ എത്തുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപനം നടത്തുകയും എല്ലാറ്റിനെയും ഏകോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, ഇവിടെ എത്ര ദിവസം എടുത്തു ബഹുമാനായ ആരോഗ്യമന്ത്രി നിപ്പ ബാധിച്ച കോഴിക്കോടെത്താൻ? എന്തിനാണ് അത്രയും ദിവസം എടുത്തത്? അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നത് ആ സമയം സ്ഥിരീകരിച്ചിട്ടില്ല. നമുക്കറിയാലോ അദ്ദേഹം കോഴിക്കോടുകാരനാണ്, ഇത് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം കോഴിക്കോട് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ആ സമയം സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരിച്ച സമയം അദ്ദേഹം ഇവിടെയാണ്. മറ്റെല്ലാം മാറ്റിവെച്ച് അവിടെ എത്തി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും ഏകോപിപ്പിക്കാൻ ശ്രമിക്കണ്ടേ? ആ ശ്രമം ഉണ്ടായോ? എന്തുകൊണ്ടാണ് ഇല്ലാതിരുന്നത്? അപ്പോ സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നത് നാം കാണണം.